ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഇന്നലെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ തീരെ കേൾക്കാനില്ല എന്നൊക്കെ ചില ഭാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. ഇനി എൻ്റെ കുഴപ്പമാണോ അതോ കേൾക്കണോരോ ഫോണിൻ്റെ കുഴപ്പമാണോ അതോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്നോ ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇന്ന് പരമാവധി ഞാൻ സൗണ്ട് കൂട്ടിയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടാ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം പറയുക കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഓട്ടപ്പാണ്. അപ്പം ഇന്നൊരു കല്യാണം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് നല്ല മോളുടെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കല്യാണമാണ്, അധികം ആളുകളൊന്നുമില്ല, കുറച്ച് ആൾക്കാരുടെ പരിപാടിയാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഓട്ടപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അരച്ചിട്ട് ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടാ ചോറും നാളികേരമൊക്കെ കൂടിയിട്ട് അരച്ചിട്ടുള്ള ഓട്ടപ്പം. അപ്പോൾ അതിലേക്ക് നാളികേരപ്പാലാണ്. അപ്പം ഇന്ന് ഞാൻ റേഷൻ്റെ അരി തന്നെ ഏട്ടാ വെച്ചുള്ളത്. അപ്പോൾ ഒരു തിളയ്ക്കുമ്പോഴത്തേന് വേവണ അരിയാണ്. എന്തായാലും വെള്ളമൊന്നും ഞാൻ എന്നെ വെച്ചിട്ടാ. പിന്നെ മാന്തൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് കുറച്ച് കറിയും വെക്കണം, കുറച്ച് പൊരിക്കണം. അപ്പം ഇങ്ങനത്തെ ഈ താത്തമാരൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണിയും ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഉണ്ടാവുക അയക്കുറ വറുത്ത്, അയക്കുറ വെച്ചത്, ആവോലി വെച്ചത്, ആവോലി കറി, കട്ടില, അങ്ങനത്തെ വലിയ വലിയ മീനുകളൊക്കെ ആവട്ടാ. ഇതൊന്നും ഞാൻ കൂട്ടില്ല കേട്ടാ. പിന്നെ ആ മഞ്ഞ നിറത്തിലുള്ള ആ ആ ഒരു മഞ്ഞക്കറി ഉണ്ടല്ലോ, മോര് കറി, അതാണ് കേട്ടോ ഉണ്ടാവുക. അത് എനിക്കുണ്ടാകുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അത് കൂട്ടാൻ. അപ്പം ഞാൻ അങ്ങനത്തെ കല്യാണങ്ങൾക്കൊക്കെ പോണത്, സദ്യ അല്ലാത്ത കല്യാണങ്ങൾക്കൊക്കെ പോണത് പിന്നെ എൻ്റെ കാര്യം കട്ടപ്പോകയാവും കേട്ടാ. അപ്പം എന്തായാലും ഒരു ഫ്രണ്ട് കോഴി ബിരിയാണി ഇത് കഴിക്കില്ല. അപ്പോൾ ഓൾ ഇന്ത്യയായിട്ട് ഇരുന്നിട്ടാ. അപ്പം ഞാൻ കുറച്ച് സലാഡും കുറച്ച് അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇത്തിരി ചോറ് കഴിച്ചിട്ടാ. പക്ഷേ പിന്നെ കൈ കഴുകാൻ വന്നപ്പോൾ അവിടെ പായസം ഉണ്ടായിരുന്നിട്ടാ, പാലട. അതൊരു 2 ഗ്ലാസ് കുടിച്ചിട്ട് വിശപ്പ് തീർത്തിട്ടാ. പിന്നെ എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ, ഫ്രണ്ടുമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ 1 മാസത്തെ വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മോളുടെ അടുത്തേക്ക്. അവളും ഹസ്ബൻഡും മോനും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മിഠായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഓൾ മിഠായി കൊണ്ടുവരാതിരിക്കൊന്നുമില്ല, മിഠായിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്നിക്കേഴ്സൊക്കെ കേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്നിക്കേഴ്സൊക്കെ ഇട്ടാട്ടാ മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുത്തിരെ വീടിൻ്റെ അടുത്ത് പൂരം കഴിഞ്ഞപ്പോൾ അതിൽ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വളയൊക്കെ കേട്ടാ. അപ്പോൾ വള ഇടുന്നുണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും എനിക്ക് ഇട്ട് തന്നിട്ടാ. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 2 ഫ്രണ്ട് വരുന്നുണ്ട് ഓട്ടോയിൽ. അപ്പോൾ എന്നോട് അങ്ങോട്ട് വളവേക്ക് വന്നാൽ മതി പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ എത്തുമ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയും ഞങ്ങളെ എല്ലാവരും നിർത്തിയിട്ടൊക്കെ ഫ്രണ്ട് കൂട്ടി കൊണ്ടുപോയിട്ട് സ്റ്റേജിന്മേലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നിന്നിട്ട് വീഡിയോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ. ഓരോരുത്തർ 1 മണിയൊക്കെ ആയിട്ടാണ് ചിലരൊക്കെ വരാൻ. ആ ഭാഗത്തേക്ക് ഇങ്ങനെ ബസ് ഒരു ഉൾഭാഗമാണ്. അപ്പോൾ ഓരോ കറക്റ്റിന് ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടി ആയി വരുമ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയൊരു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ 3 ആൾ ഭക്ഷണം കഴിച്ചിട്ട് അതാണ് കേട്ടോ പെൺകുട്ടി. നല്ല സ്നേഹമാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുക വ്ളോഗാണോ, വ്ളോഗിലിടാനാന്ന്. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ. അപ്പോൾ യൂട്യൂബിലേക്കാണ് ഇട്ടാന്ന് പറയുകയാണ് കേട്ടോ ചെക്കനോട്. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ ഹാളിലൊക്കെ ഇരുന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവളുടെ വല്യമ്മാനും ഉമ്മാനും കണ്ടിട്ട് അങ്ങനെ നടന്നു വന്നിട്ടാ. അപ്പോൾ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കാറുണ്ട്. അപ്പോൾ വല്യമ്മാനും ഉമ്മാനും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ തീരുമാനിച്ചിട്ടാ. അപ്പോൾ ഇത് ഷീജയാണ്, മറ്റേ മുനീറയാണ്, ഇത് ഷക്കീലയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കാർന്നൂരിട്ട. എല്ലാവരും വലിയൊരു കാർന്നൂരാണ് കേട്ടോ അവൾ. പിന്നെ ഇത് ഹസീന. പിന്നെ ചില കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ, ഞാൻ കാണിക്കലില്ലാണല്ലോ. ഇത് സഫിയ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോരുക കേട്ടോ. അപ്പോൾ ഓരോ വലിയ വലിയ വീടിൻ്റെ മതിലിൻ്റെ മുൻവശത്തേക്ക് ഇങ്ങനെ ഈ ബോഗൺവില്ല
നല്ല നല്ല കളറ് വെറൈറ്റി വെറൈറ്റി കളറ് ഓരോ വീടിൻ്റെ പടിക്കലും ഇട്ടാ. അപ്പം ഇല്ലാത്തതൊക്കെ ഓരോന്നും ചെറിയതുണ്ട് ഇട്ടാ. അതത്ര വേഗം പിടിക്കുക തലപ്പ്. അപ്പം എല്ലേമെന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒടിച്ചിട്ട് ഇങ്ങനെ വരിക കേട്ടാ. അപ്പോൾ ഒക്കെ ഇത് ഈ ഷോളുമ്മലൊക്കെ ആ മുള്ള് കൊളത്തി പിടിക്കുക കേട്ടാ. അങ്ങനെ പോരുമ്പോൾ കണ്ട അവിടെ ഒരു കട കേട്ടാ. ഈ നന്നാറി ശർബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാരണവർ വിളിച്ച് വരി നമ്മൾ ഓരോ നന്നാരി വെള്ളം കുടിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് വെള്ളം അരച്ച് ചോറുന്നിട്ട് വരിക കേട്ടാ. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് എല്ലാവർക്കും നന്നാറി ഒഴിച്ചിട്ടേ അതിൽ ജീരക സോഡ ആണ് സോഡ ഒഴിച്ചിട്ട് പിന്നെ ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുള്ളത് കേട്ടാ. ഞാൻ ആദ്യമായിട്ട് കുടിക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ. അതും ഒരു ഗ്ലാസ് കണ്ട് കുടിച്ചപ്പോൾ പിന്നെ വയറൊക്കെ കണ്ട് ഫുള്ളായിട്ടാ. അപ്പം നമ്മളാ എല്ലാ കേടും അവിടുന്ന് തീർന്നിട്ടാ. നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാ. അപ്പം ഈ നന്നാറിയിൽ സോഡയൊക്കെ ഒഴിച്ചിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടൊന്ന് കുടിക്കാത്തവരുണ്ടെങ്കിൽ കുടിച്ച് നോക്കിയിട്ടാ. സൂപ്പറാണ് കുട്ടികളെ, അടിപൊളി. അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയും ഒരു കുഞ്ഞു വീഡിയോ ആണ്. കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്.